തിരുവനന്തപുരം കിംസ് ഹെൽത്ത് അസോസിയേറ്റ് കൺസൾട്ടന്റും എൻഡോക്രൈനോളജിസ്റ്റുമായിട്ടുള്ള ഡോക്ടർ അഖിൽ കൃഷ്ണയാണ്. എന്താണ് ഈ ഡയബറ്റീസ് അഥവാ പ്രമേഹം എന്ന് പറഞ്ഞാൽ? പ്രമേഹം എന്ന് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ട് രണ്ട് തരം പ്രമേഹമുണ്ട്. ഒന്ന് ടൈപ്പ് 1 ഡയബറ്റീസും രണ്ട് ടൈപ്പ് 2 ഡയബറ്റീസും. നമ്മൾ പ്രമേഹം എന്ന് പറയുമ്പോൾ കൂടുതലും നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. അത് 95% ആൾക്കാരിലും കാണുന്നത് ടൈപ്പ് 2 പ്രമേഹമാണ്. അതായത് കൂടുതലും വണ്ണം കൂടുതലുള്ളവരിൽ കാണുന്നതും മുതിർന്നവരിൽ കാണുന്നതായ പ്രമേഹം. ടൈപ്പ് 1 എന്ന് പറയുന്നത് കൂടുതലും കുട്ടികളിൽ കാണുന്ന പ്രമേഹമാണ്. ഇനി ടൈപ്പ് 2 എന്ന് പറയുന്ന പ്രമേഹം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കേണ്ട ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ അസുഖമാണ് പ്രമേഹം എന്ന് നമുക്ക് പൊതുവെ പറയാൻ പറ്റും. ടൈപ്പ് 2 പ്രധാനമായിട്ടും ഇൻസുലിൻ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ ഇൻസുലിൻ അത് കറക്റ്റായിട്ട് അത് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. അതിനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻസുലിൻ ഉണ്ട്, പക്ഷെ ഇൻസുലിൻ അതിന് കറക്റ്റായിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ടൈപ്പ് 2 ഡയബറ്റീസിലോട്ട് വഴിവെക്കുന്നത്. പക്ഷെ ടൈപ്പ് 1 അല്ലെങ്കിൽ കുട്ടികൾ കാണുന്ന പ്രമേഹം പ്രധാനമായിട്ടും കുട്ടികളിൽ ഇൻസുലിൻ ഉണ്ടാകുന്നില്ല. അതായത് പാൻക്രിയാസ് ഗ്രന്ഥി കുട്ടികളിലുള്ള ഈ പറയുന്ന പാൻക്രിയാസ് ഗ്രന്ഥി ഉണ്ടാക്കുന്നില്ല, ഇൻസുലിൻ ഉണ്ടാക്കുന്നില്ല. അപ്പൊ അത് കാരണമാണ് ടൈപ്പ് 1 പ്രമേഹം ഉണ്ടാകുന്നത്. സോ ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം തമ്മിലുള്ള പ്രമേഹത്തിൽ ഈ പറയുന്ന വ്യത്യാസം മനസ്സിലാക്കേണ്ട ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ചികിത്സയിലുള്ള വ്യത്യാസമാണ്. ടൈപ്പ് 2 എന്ന് പറയുന്ന പ്രമേഹം നമുക്ക് ഒരു ജീവിത ശൈലിയിലുള്ള വ്യത്യാസം കൊണ്ടും ഗുളികൾ കൊണ്ടും തുടക്കത്തിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രമേഹമാണ്. പ്രധാന ടൈപ്പ് 1 എന്ന് പറഞ്ഞ കുട്ടികളിൽ കാണുന്ന പ്രമേഹം ഇൻസുലിൻ ഡേ 1 മുതൽ അവർക്ക് എന്നാണോ അസുഖം കണ്ടുപിടിക്കുന്ന അന്ന് മുതലേ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഇഞ്ചെക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ഡോക്ടർ, എനിക്ക് 51 വയസ്സായി. 5 വർഷമായിട്ട് ബിപിക്കുള്ള സിലാക്കാറ്റ് എന്ന് പറയുന്ന ഗുളിക കഴിക്കുന്നുണ്ട്. ഒരു ചെറിയ സ്ട്രോക്ക് വന്നായിരുന്നു. എന്റെ തലച്ചോറ് അന്നേരം പ്രതികരിച്ചുകൊണ്ട് സ്ട്രോക്ക് വലുതായിട്ട് വ്യാപിച്ചില്ല. അതിനുള്ള ഗുളികയും കഴിക്കുന്നുണ്ട്. ഈയിടെ ഒരു ക്യാമ്പ് നടന്നായിരുന്നു, നമ്മുടെ ഹെൽത്തിന്റെ ഒക്കെ ക്യാമ്പ് നടന്നപ്പം ഞാന് അത് എന്റെ ബിപി ചെക്ക് ചെയ്യാനായിട്ട് ചെന്നു. അപ്പൊ ഷുഗർ നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഷുഗർ നോക്കിയിട്ടില്ല, നോക്കിയതാണ്, എനിക്കില്ലെന്ന് പറഞ്ഞു. നോക്കാൻ പറഞ്ഞു. പരിശോധിച്ച് നോക്കിയപ്പം അവരങ്ങ് അന്തം വിട്ടുപോയി. 280. ഞാനും അങ്ങ് ആപ്പാടെ ഭയപ്പെട്ടു പോയി. അപ്പൊ ഡോക്ടർ തന്നെ അവരുടെ ഡോക്ടർ തന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു, നാളെ ആഹാരമൊന്നും കഴിക്കുന്നതിന് മുമ്പ് ഷുഗർ ഒന്ന് നോക്കണം, 2 മണിക്കൂറിന് ശേഷം ആഹാരത്തിന് ശേഷം ഷുഗർ നോക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടറെ കണ്ടിട്ട് ഗുളിക നമുക്ക് നിശ്ചയിക്കാമോ. ഇതനുസരിച്ച് രാവിലെ ഒരു കിടന്നു ഉറങ്ങിലൊക്കെ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടില്ല. എന്നാന്ന് വെച്ചാൽ ജീവിതം തുടങ്ങിയേ ഉള്ളൂ. ഞാന് പിറ്റേ ദിവസം രാവിലെ തന്നെ 7 മണിക്ക് എന്ന് ഇങ്ങനെ ബ്ലഡ് ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തിട്ട് നമ്പർ കൊടുത്തേക്ക് പോന്നു. അവർ വിളിച്ചു പറഞ്ഞു, ആര് പറഞ്ഞുകൊണ്ട് വരും. രണ്ടാമത് വീണ്ടും ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറിന് ശേഷം വീണ്ടും ചെയ്തു. ആദ്യത്തെ ഇതിന്റെ റിസൾട്ട് കിട്ടിയപ്പോൾ 90. രണ്ടാമത് ഭക്ഷണത്തിന് ശേഷം കഴിച്ചത് നോക്കിയപ്പോൾ 107. ഇതെന്താണ് ഇങ്ങനെ ഒരു ഡിഫറൻസ് വരാൻ കാരണം? ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. നമുക്ക് ഈ ക്യാമ്പുകളിലൊക്കെ നടക്കുമ്പോൾ ഇപ്പം സ്ക്രീനിൽ കാണുന്ന പോലുള്ള ഗ്ലൂക്കോമീറ്റർ, അതായത് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഗ്ലൂക്കോമീറ്റർ. അത് വെച്ചായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസിന് കുറച്ച് പരിമിതികളുണ്ട്. എന്നാലും പൊതുവേ ഉള്ള ഗ്ലൂക്കോമീറ്ററുകൾ നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു രക്തപരിശോധനയുമായിട്ട് ഒത്തുപോകാറുണ്ട്. ഒരു 5, 10 അല്ലെങ്കിൽ 15 ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം വരാം. ഈ പറഞ്ഞ 280 എന്നുള്ള വാല്യൂവും താങ്കൾ പറഞ്ഞ വാല്യൂവായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം അതാണ് നമ്മൾ മെഡിസിൻ ഈ ഗ്ലൂക്കോമീറ്ററിന്റെ റീഡിംഗ് വെച്ച് അന്ന് ഡോക്ടർ താങ്കൾക്ക് മെഡിസിൻ അല്ലെങ്കിൽ മരുന്ന് തരാത്തത് തന്നെ കാരണം അതാണ്. അതായത് നമുക്കൊരു ഗ്ലൂക്കോമീറ്ററിലെ റീഡിംഗ് കിട്ടുമ്പോൾ അത് ഒരു വലിയ റീഡിംഗ് വരുവാണെങ്കിൽ നമ്മൾ എപ്പോഴും അത് ബ്ലഡ് എടുത്ത് ലാബിൽ പരിശോധിച്ച് അത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് പ്രമേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിനുള്ള മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. അപ്പം ഈ ഗ്ലൂക്കോമീറ്റർ പലതും പല കമ്പനികളുടെ വരുന്നുണ്ട്. അപ്പം അതിനകത്ത് ചിലപ്പോൾ ഈ പറഞ്ഞ താങ്കൾക്ക് വന്ന അനുഭവം പോലെയുള്ളത് നമുക്കും ഇതുപോലെ പല രോഗികളും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഗ്ലൂക്കോമീറ്റർ റീഡിങ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന മെഷീന്റെ റീഡിങ്സ് വെച്ച് മാത്രം ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കാറില്ല. താങ്കളുടെ ചോദ്യത്തിന് അനുബന്ധമായിട്ട് ഞാനൊന്നുകൂടെ പറഞ്ഞോട്ടെ. നമ്മൾ പഞ്ചസാര അല്ലെങ്കിൽ പ്രമേഹം കണ്ടുപിടിക്കുന്ന പരിശോധനകൾ പ്രധാനമായിട്ടും മൂന്ന് ടെസ്റ്റുകളാണ്. ഒന്ന് ഫാസ്റ്റിംഗ് ഷുഗർ, അതായത് നമ്മൾ 8 മുതൽ 12 മണിക്കൂർ വരെ ആഹാരമൊന്നും കഴിക്കാതെ ടെസ്റ്റ് ചെയ്യുന്ന ഷുഗറിനാണ് ഫാസ്റ്റിംഗ് ഷുഗർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടെസ്റ്റ് ആഹാരം കഴിച്ച് 2 മണിക്കൂറിന് ശേഷം. പക്ഷെ അത് ഒരു പ്രമേഹം ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നത് നമ്മളൊരു 75 ഗ്രാം ഗ്ലൂക്കോസിന്റെ പൗഡർ തന്നിട്ട് 2 മണിക്കൂറിന് ശേഷം ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ഒരു പരിശോധനയാണ്. മൂന്നാമത്തെ ടെസ്റ്റാണ് HbA1c എന്ന് പറയുന്നത്. അതായത് 3 മാസത്തെ നമ്മുടെ ഷുഗറിന്റെ ആവറേജ് ടെസ്റ്റാണ് HbA1c. നമ്മുടെ ഹീമോഗ്ലോബിന്റെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു ഗ്ലൂക്കോസിന്റെ അളവ് കണ്ടുപിടിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഈ 3 പരിശോധനകളിൽ കൂടെ മാത്രമേ നമുക്ക് ഒരു രോഗിക്ക്
പ്രമേഹം ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ ഗ്ലൂക്കോമീറ്റർ റീഡിങ്സ് വെച്ചിട്ട് ഒരിക്കലും ഒരു രോഗിക്ക് ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതിനകത്തൊരു റീഡിങ്സ് അബ്നോർമലായിട്ട് വരുവാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും ലാബുകളിൽ പരിശോധന ചെയ്തിട്ടേ അത് മരുന്നിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കാറുള്ളൂ. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.